കഴിഞ്ഞ കുറേ കാലമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഗാസയിലെ സമാധാന പ്രക്രിയ. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചുവെന്ന നിർണായക വിവരം പുറത്തുവന്നതിന് പിന്നാലെയും ഗാസയിൽ കനത്ത ആക്രമണങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി മുന്നോട്ടുവെച്ച കരാറിനെ ഹമാസ് വൃത്തങ്ങൾ അംഗീകരിച്ചിരുന്നു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ഈ റോഡ് മാപ്പിനെ അറബ് രാജ്യങ്ങൾ പോലും പിന്തുണച്ചതാണ്. എന്നിട്ടും ഇസ്രായേൽ എന്തുകൊണ്ട് ഗാസയിൽ ആക്രമണം തുടരുന്നു? റോഡ് മാപ്പ് പീസിൻ ഗാസയുടെ യഥാർത്ഥ ഭാവി എന്താകും? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ഗാസയുടെ മണ്ണിൽ അന്തിമ സമാധാനം ഉണ്ടാകുന്നതിൻ്റെ ഒരു രൂപരേഖ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഘട്ടങ്ങളായി നടക്കേണ്ട ഒന്നാണിത്. ഇതിലെ ആദ്യ ഘട്ടമായ വെടിനിർത്തൽ കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിൽ തന്നെ എത്തിച്ചേർന്നതായിരുന്നു. എന്നാൽ അതിനുശേഷം ദീർഘകാലം, അതായത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേൽമേറ്റും അനിശ്ചിതാവസ്ഥയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇസ്രയേലി സൈന്യങ്ങൾ ഗാസ പൂർണ്ണമായി വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഗാസയുടെ 53% ഭാഗവും ഇപ്പോഴും ഇസ്രയേലിന്റെ കൈവശം തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഗാസയുടെ കിഴക്കൻ അതിരിൽ ഇസ്രയേൽ ഒരു യെല്ലോ ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ യെല്ലോ ലൈൻ വെറുതെ പെയിന്റ് കൊണ്ട് വരയ്ക്കുന്നതല്ല. മഞ്ഞ നിറമുള്ള കല്ലുകളും കോൺക്രീറ്റ് സ്ലാബുകളും പാക്കി അതിർത്തി അടയാളപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഈ സ്ലാബുകൾ എടുത്ത് കൂടുതൽ പടിഞ്ഞാറേക്ക് മാറ്റി സ്ഥാപിച്ച് മുന്നോട്ട് മാറ്റുന്ന തിരക്കിലാണ് ഇസ്രായേൽ ഫോഴ്സ്. അതായത് മുൻപ് 53% ഇപ്പോൾ ഗാസയുടെ 60% ഭാഗത്തേക്ക് എൻക്രോച്ച് ചെയ്യുകയാണ്. പലസ്തീനികൾക്ക് അധിവസിക്കാനുള്ള ഭൂമിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം കൺട്രോൾ ചെയ്യുന്ന ഭൂമിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് കഴിഞ്ഞ ആഴ്ച വരെ ഗാസയുടെ ഡിഫാക്ടോ കൺട്രോൾ കൈയാളിയ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന നിലയിലും 2006 മുതലുള്ള അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന നിലയിലും ഹമാസ് തന്നെയാണ് അത് നിയന്ത്രിച്ചിരുന്നത്. കേവലം 23 ലക്ഷം ജനസംഖ്യയുള്ള ഗാസയിൽ 73,000-ഓളം പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത്. 1.5 ലക്ഷത്തോളം പേർക്ക് അംഗഭംഗം വരികയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തു. 10,000-കണക്കിന് കുട്ടികളാണ് മരണപ്പെട്ടത്. സമാധാന പ്രക്രിയ ഉണ്ടായി വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞ വർഷം നടന്നിട്ടും വിവിധ ഏജൻസികളുടെ കണക്ക് പ്രകാരം 1,118 പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ബോർഡ് ഓഫ് പീസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇനി ട്രംപ് പ്രഖ്യാപിച്ച റോഡ് മാപ്പിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യഘട്ടമായ വെടിനിർത്തൽ എന്നത് വളരെ സ്ട്രെയിൻഡ് ആയ ഒന്നാണ്. കൃത്യമായൊരു വെടിനിർത്തൽ എന്ന് പറയാനാവില്ല, മറിച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ഒന്നാണത്. ഇസ്രയേലി ഹോവിസേഴ്സും എയർക്രാഫ്റ്റും ഗാസയുടെ മണ്ണിൽ ഏത് നിമിഷവും തീമഴ വിതറാൻ പാകത്തിൽ ചുറ്റും നിരന്നു നിൽപ്പുണ്ട്. ഹമാസ് ഇപ്പോഴും പൂർണ്ണമായി നിരായുധീകരിച്ചിട്ടുമില്ല. എന്നാൽ ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച നിർണായകമായ ഒരു മാറ്റം സംഭവിച്ചത്. ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കാനും അധികാരം വിട്ടൊഴിയാനും സമ്മതം മൂളിയിരിക്കുന്നു. ആദ്യം ആയുധങ്ങൾ താഴെ വെക്കുകയില്ല, പകരം അധികാരം വിട്ടൊഴിഞ്ഞ് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബോർഡ് ഓഫ് പീസിന്റെ കൺട്രോളിൽ വരുന്ന ടെക്നോക്രാഫ്റ്റുകൾ ഉൾപ്പെടുന്ന ഇടക്കാല കമ്മിറ്റിയാണ് തൽക്കാലത്തേക്ക് അധികാരമേൽപ്പിക്കുന്നത്. ഇതൊരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ്. ഈ ഇടക്കാല സ്റ്റേജിൽ 2 കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഒന്നാമതായി ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം. രണ്ടാമതായി ഹമാസിന്റെ കൈവശമുള്ള ആയുധങ്ങൾ പുതിയ സംവിധാനത്തിന് കൈമാറുക എന്നതാണ്. ഇവിടെയാണ് യഥാർത്ഥ കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് ഇസ്രായേൽ സേന ഗാസ മണ്ണിൽ നിന്നും പിന്മാറിയാൽ മാത്രമേ തങ്ങളൊരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസിംഗ് ഫോഴ്സിന് മുൻപാകെ ആയുധങ്ങൾ സറണ്ടർ ചെയ്യൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. എന്നാൽ ആദ്യം പിന്മാറാൻ ഇസ്രായേൽ തയ്യാറല്ല. കൂടാതെ ഗാസയിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളും ചെറുകിട മിസൈലുകളും പൂർണ്ണമായി കൈമാറ്റം ചെയ്യണം. ഇത് തങ്ങൾക്ക് തുടർന്നും ഭീഷണിയാണെന്ന് ഇസ്രായേൽ വാദിക്കുന്നുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഈ പോയിന്റിൽ തട്ടി ഗാസ പീസ് പ്ലാൻ തകരും.
ഇതിനുശേഷമാണ് ഒരു പോപ്പുലർ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വരേണ്ടത്. എന്നാൽ ഇസ്രയേൽ അനുകൂലികളായ ചില പാലസ്തീൻ മിലീഷ്യകളെ ഉപയോഗിച്ച് ഈ സമാധാന പ്രക്രിയ എങ്ങനെയും അട്ടിമറിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹമാസ് സമാധാനത്തിന് തയ്യാറാകാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കാം. ഫെബ്രുവരി 28, 2026 ആരംഭിച്ച ഈ ലേറ്റസ്റ്റ് റൗണ്ട് കോൺഫ്ലിക്റ്റ് 6 മാസത്തിലധികമായി തുടരുകയാണ്. ഹമാസിനെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ ഇനി വലിയ പരിമിതികളുണ്ട്. ഒരു രീതിയിലും ഹമാസിന്റെ കയ്യിലേക്ക് ഇറാനിയൻ ആയുധങ്ങൾ എത്തില്ല. മാത്രമല്ല, സിറിയയുടെ ഭരണകൂടം മാറി അൽ ഷറ ഭരണകൂടം വന്നതോടുകൂടി സിറിയ വഴി ആയുധങ്ങൾ എത്തുന്ന വഴികളും അടഞ്ഞിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും മോണിറ്റർ ചെയ്യാവുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ സിറിയയിലുള്ളത്. അറബ് ലോകത്തിന്റെ മാനസിക പിന്തുണയില്ലാതെ സൈന്യത്തെ അയച്ചുകൊണ്ടുള്ള വലിയ സഹായങ്ങളൊന്നും ഹമാസിന് ലഭിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് പിരിച്ചുവിടപ്പെടില്ലെങ്കിലും ഒരു സായുധ സംഘം എന്ന നിലയിലുള്ള അവരുടെ റോൾ അവർ മാറ്റുകയാണ്. തങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ല, പലസ്തീൻ സ്വതന്ത്ര പരമാധികാര രാജ്യമാകണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെന്ന് അവർ പറയുന്നു. ഇനി സമാധാനപരമായിട്ടായിരിക്കും അവരുടെ പ്രവർത്തനം. ഒക്ടോബർ 7, 2013 സംഭവങ്ങളെ ആരും ന്യായീകരിക്കുന്നില്ലെങ്കിലും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ലോക മനസ്സുകളിൽ നിന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിയൻ കോസ് ഒരിക്കൽ കൂടി ലോകത്തിന്റെ സെന്റർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഹമാസിന് കഴിഞ്ഞു. ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യ പരമാധികാര പലസ്തീൻ രാജ്യം ഉണ്ടാവണം. അന്താരാഷ്ട്ര സമൂഹം അത് അംഗീകരിക്കണം. ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഒപ്പം പുതുതായി രൂപീകരിക്കാൻ സാധ്യതയുള്ള പലസ്തീൻ രാഷ്ട്രവും ഇസ്രയേൽ എന്ന ജൂത രാഷ്ട്രത്തെ പൂർണ്ണമായി അംഗീകരിച്ച് പരസ്പരം കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രയേൽ വിഷയം ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങളും പഴങ്കഥയായി മാറും. ബോർഡ് ഓഫ് പീസിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 വർഷം എടുക്കുന്ന ഒരു റോഡ് മാപ്പാണ്. ഇതിന്റെ ഭാഗമായി ഒരു ഇടക്കാല സർക്കാർ അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഹെൽത്ത് വർക്കേഴ്സ്, ബ്യൂറോക്രാറ്റുകൾ, സർവീസ് പേഴ്സൺ, ടെക്നീഷ്യൻസ് തുടങ്ങിയവരെല്ലാം താഴെത്തട്ടിൽ സേവനം ചെയ്യാൻ വേണ്ടിയുണ്ട്. അതെല്ലാം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇതിനിടയിലുള്ള 14 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആ സമയത്ത് യാതൊരുവിധ സംഘർഷങ്ങളും ഉണ്ടാകരുതെന്ന നിഷ്കർഷ ഉള്ളപ്പോഴാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്നത്. 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ പൂർണ്ണമായ ശാന്തത ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ഗാസയുടെ റീകൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും വേണം. 90% കെട്ടിടങ്ങളും തകർന്ന് റോഡുകളായി കിടക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയുടെ പുനർനിർമ്മാണം എന്നത് ഒരു ഹെർക്യൂലിയൻ ടാസ്കാണ്. അത് 3 വർഷം കൊണ്ട് തീരില്ലെങ്കിലും തുടർച്ചയായി നടക്കുന്ന ഇസ്രയേലി ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തണം. ഇസ്രയേൽ സേന പിൻവാങ്ങുന്ന മുറയ്ക്ക് സമാന്തരമായി ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുകയും ഇസ്രയേലി ഭടന്മാരിൽ ഒരാൾ പോലും ഗാസയുടെ മണ്ണിൽ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ സിൻക്രണൈസ് ചെയ്യുകയും വേണം. ബോർഡ് ഓഫ് പീസിന്റെ പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ. മധ്യപൂർവ്വ ദേശത്ത് ആത്യന്തികമായ സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.